വീണ്ടും ഒരു ഓണക്കാലമാകുമ്പോൾ സെക്രട്ടേറിയറ്റ് വളപ്പിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടാണ് കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തിനൊരു പുറം പച്ചക്കറി എന്ന ക്യാമ്പയിൻ സംസ്ഥാന തലത്തിൽ തുടക്കമായിരിക്കുന്നത്. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റ് ഉദ്യാനത്തിൽ പച്ചക്കറിത്തോട്ടമൊരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ പച്ചക്കറി തൈകൾ നട്ടു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. നാടിനാവശ്യമായ പച്ചക്കറികൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിലേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പോൾ എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും വലിയ മുന്നേറ്റം ഇക്കൊല്ലവും ഉണ്ടാക്കാൻ കഴിയും. മൺചട്ടിയിലും നിലത്തുമായി 13 വിവിധ ഇനങ്ങളിലുള്ള പച്ചക്കറികൾ സെക്രട്ടേറിയറ്റ് അങ്കണത്തിലെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കും. വഴുതന, കത്തിരി, മുളക്, തക്കാളി, വെണ്ട എന്നീ ഇനങ്ങളുടെ ഹൈബ്രിഡ് തൈകളാണ് നടുന്നത്. ചീര, മത്തൻ, നിത്യവഴുതന, പടവലം, വെള്ളരി, പയർ, പാവൽ എന്നീ പച്ചക്കറികൾ നിലത്ത് നട്ട് പരിപാലിക്കും. ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കൃഷിഭവനുകളിലൂടെയും വിത്ത് പാക്കറ്റുകൾ വിതരണം ചെയ്യും. കീടനാശിനി തളിച്ച് അതിർത്തി കടന്നെത്തുന്ന പച്ചക്കറിയുടെ വരവിനെ തടയുക തന്നെയാണ് ലക്ഷ്യം. സമയക്കുറവും സ്ഥലപരിമിതിയും പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയല്ല വേണ്ടത്. ആരോഗ്യമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് മടങ്ങുക തന്നെ വേണം. വീഡിയോ ജേർണലിസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.